ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടയാളങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വിശുദ്ധ മറിയം ത്രേസ്യായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന കുഴിക്കാട്ടുശ്ശേരിയിലെ ദേവാലയ അങ്കണത്തിലാണ്. വിശുദ്ധരോട് എന്തിനാണ് മാധ്യസ്ഥം ചോദിക്കുന്നത്? വിശുദ്ധരുടെ ജീവിതത്തിന് എന്തിനാണ് ഇത്രയധികം പ്രാധാന്യം കത്തോലിക്ക സഭ നൽകുന്നത്? ഒരുപാട് പേരുടെ ചോദ്യങ്ങളും സംശയങ്ങളുമാണിത്. തിരുസഭയിൽ ഒരാളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുക എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല. ഏറെക്കാലത്തെ പഠനത്തിനും വിശകലനത്തിനും ആ ജീവിതം വിധേയമാക്കും. അതുമാത്രമല്ല, ആ വ്യക്തിയുടെ ഇടപെടലിലൂടെ ഒരു സ്വർഗീയ അടയാളം ഭൂമിയിൽ വ്യക്തമായി കാണപ്പെടണം. അതായത് ആ വ്യക്തിയുടെ മാധ്യസ്ഥത്തിലൂടെ ഉണ്ടായ അത്ഭുതം വത്തിക്കാൻ സ്ഥിരീകരിക്കണം. അത്തരമൊരു അത്ഭുതത്തിൻ്റെ കഥയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് അമ്മയുടെ കബറിടത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാം. ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്. പ്രിയമുള്ളവരെ, നമ്മൾ ഇനി പോകുന്നത് ഒല്ലൂരിനടുത്തുള്ള പെരിഞ്ചേരി ചൂണ്ടൽ വീട്ടിലേക്കാണ്. അതാരുടെ വീടാന്നല്ലേ? അതാണ് കുഞ്ഞ് ക്രിസ്റ്റഫറിൻ്റെ വീട്. ക്രിസ്റ്റഫർ ജനിച്ച് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവൻ മരണപ്പെടും എന്നാണ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിരുന്നത്. വീട്ടുകാരും എല്ലാവരും വളരെയേറെ സങ്കടത്തോടെ കഴിഞ്ഞിരുന്ന ആ നിമിഷത്തിലാണ് ക്രിസ്റ്റഫറിൻ്റെ വലിയമ്മയ്ക്ക് തോന്നിയ ഒരു പ്രേരണ. ആ പ്രേരണയിലൂടെ മറിയം ത്രേസ്യാമ്മയുടെ തിരുശേഷിപ്പ് അവൻ്റെ കട്ടിലിൽ കൊണ്ടുപോയി വെച്ച് അവർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം വ്യക്തമായ ഉത്തരം കൊടുത്തു. ആ കഥ നമുക്കൊന്ന് കേൾക്കണ്ടേ? ക്രിസ്റ്റഫറിനെയും അപ്പയും അമ്മയും വല്യമ്മയൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജോഷേട്ടൻ ഒന്ന് കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഞാൻ ജോഷി, വീട്ടുപേര് ചൂണ്ടൽ. എൻ്റെ ഭാര്യയാണ് ഷിബി. മൂത്ത മോള് അന്നമരിയ, അവൾ 10 ഒല്ലൂർ സെൻറ്റ് മേരീസിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ ഇമ്മാനുവൽ, അവൻ 8ാം ക്ലാസ്സിൽ അവണിശ്ശേരി സെൻറ്റ് ജോസഫിൽ പഠിക്കുന്നു. മൂന്നാമത്തെ മകനാണ് ക്രിസ്റ്റഫർ, ഇവൻ 5ാം ക്ലാസ്സിൽ വള്ളിശ്ശേരി UPSൽ പഠിക്കുന്നു. ഇവനാണ് അമ്മയുടെ അത്ഭുതത്താൽ ഉണ്ടായ ഞങ്ങൾക്ക് നൽകിയ സമ്മാനമായിട്ട് കിട്ടിയ മകൻ. ക്രിസ്റ്റഫറെ, സുഖമാണോ? ക്രിസ്റ്റഫർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? പേരിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ വഹിക്കുന്നവൻ എന്നാണ് അല്ലേ? അപ്പോൾ ക്രിസ്റ്റഫർ ജനിച്ചപ്പോൾ തന്നെ ആ ഒരു വലിയ ബ്ലെസ്സിങ് തന്ന ഈശോ ഇങ്ങ് ഭൂമിയിലേക്ക് വിട്ടേക്കുന്ന. ചേട്ടാ, എങ്ങനെയായിരുന്നു ഈ ഒരു ഇങ്ങനൊരു സൗഖ്യത്തിലേക്കും അത്ഭുതത്തിലേക്കും പോകുന്നതിന് മുമ്പ് നിങ്ങൾ വല്ലാണ്ട് മാനസികമായി വിഷമിച്ച ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, എങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ? ഞങ്ങൾക്ക് 2009 ഏപ്രിൽ മാസത്തിലാണ് 7ാം തീയതി മകൻ്റെ ജനനം. സിസേറിയനായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് മുമ്പ് വരെ ആദ്യത്തെ ജനനം മോൻ്റെ മകള് അമലയിലായിരുന്നു. അപ്പോൾ അതിനോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അതുവരെ ഞങ്ങൾ ഒല്ലൂരാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഡെലിവറി ടൈമായപ്പോൾ ഞങ്ങൾക്ക് അമലയിലേക്ക് പോകണമെന്ന് എന്തോ ഒരു തോന്നലുണ്ടായി. ആദ്യം അന്നമോളുടെ ഡെലിവറി നടത്തിയ ഡോക്ടറിനെ കണ്ടു, കൺസൾട്ടിങ് നടത്തി. അങ്ങനെ ഡെലിവറിക്ക് ചെന്നപ്പോൾ ഡെലിവറി വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്കാനിലൊന്നും കുഴപ്പമൊന്നും ഒന്നും അറിഞ്ഞിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് കുഞ്ഞിനെ മുഖം കാണിച്ചു തന്നിട്ട് സിസ്റ്റർ പറഞ്ഞു ഉടനെ ICUലേക്ക് മാറ്റണം, NICUലേക്ക് മാറ്റണം, കാരണം കുട്ടി ശരിക്കും ശ്വസിക്കുന്നില്ല, ശ്വാസം എടുക്കണില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് തന്നെയല്ല, അവൻ്റെ നെഞ്ചിലൊരു സ്റ്റെപ്പ് വേറെ ഉയർന്നിങ്ങനെ നിൽക്കണം, സ്റ്റെപ്പ് വേറെ ആയിട്ട്. അപ്പോൾ വേഗം ICUലേക്ക് ഞങ്ങൾ മാറ്റണം. ഞങ്ങൾക്ക് ജസ്റ്റ് മുഖം കാട്ടി തന്നു, കുട്ടീൻ്റെ മുഖം കാട്ടി തന്നിട്ട് ഞങ്ങൾ അവർ വേഗം ICUലേക്ക് കൊണ്ട് ഓടുകയാണ് ചെയ്തത്, നടക്കും കൂടിയല്ല ചെയ്തത്. അപ്പോൾ പിന്നെ ആകെ ടെൻഷനായി, എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അവിടെ ആ നേരത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് അവിടുത്തെ കുട്ടികളുടെ NICUവിൻ്റെ ചാർജ് ഉണ്ടായിരുന്നത് ഡോക്ടർ ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടിയുടെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജാണ്, കൂട്ടത്തിൽ ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ട്, ഹോളുകളുണ്ട്. അപ്പോൾ 48 മണിക്കൂറിൽ കൂടുതൽ മോൻ ജീവിക്കാൻ സാധ്യതയില്ല എന്നുള്ളതിരുന്നു. അപ്പോൾ വേഗം ഒരു എക്കോ ചെയ്യണം ആദ്യം എന്ന് പറഞ്ഞു. അങ്ങനെ എക്കോ ചെയ്തപ്പോഴാണ് ഈ ഹോളിൻ്റെ കാര്യം മനസ്സിലായത്. പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് അവന് ലങ്സിലേക്ക് അവർ ട്യൂബ് ഇറക്കി കൊടുത്തു. ട്യൂബ് ഇറക്കിയിട്ട് ഓക്സിജൻ കൊടുത്തു നോക്കി, അതും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വെന്റിലേറ്ററിൽ കയറ്റാനായിട്ട് അവർക്ക് വെന്റിലേറ്റർ ഒഴിവില്ല, വേറെ കുട്ടി വളരെ ക്രിട്ടിക്കലായിട്ട് കിടക്കുമായിരുന്നു.
അപ്പോൾ പിന്നെ നമുക്ക് ഞങ്ങളോട് അന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാവണത്. വൈകുന്നേരം ആകുമ്പോഴേക്കും കാര്യങ്ങളാകെ മാറി മറിഞ്ഞു, കൂടുതൽ ടെൻഷനിലേക്ക് മാറി തുടങ്ങി കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് അനിയനെ വിളിച്ച് പറഞ്ഞു, മോൻ്റെ കാര്യം വളരെ ക്രിട്ടിക്കലാണ്, ഡോക്ടർ ഒന്നും പറയുന്നില്ല, വളരെ സീരിയസ് ആയ രീതിയിലേക്ക് പോണ കാര്യങ്ങൾ അപ്പോൾ ഞാൻ കരഞ്ഞിട്ടാണ് അനിയനോട് പറയുന്നത്. അപ്പോൾ അവരത് കേട്ട വഴിക്ക് വേഗം അമ്മയും അനിയനൊക്കെ വീട്ടിൽ നിന്ന് എല്ലാവരും പോരാണ് ഉണ്ടായത്. പോരുന്ന വഴിയിൽ അമ്മച്ചി എന്തോ ഒരു ഉൾവിളിയോട് കൂടിയിട്ട് എന്തോ ഒരു പ്രേരണ അമ്മച്ചിക്ക് കിട്ടി. ഞങ്ങളുടെ വീട്ടിൽ വർഷങ്ങളായിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ എൻ്റെ മക്കളുടെ പ്രായത്തിൽ തന്നെ ഞങ്ങൾ മറിയം ത്രേസ്യാമ്മേനെ വിശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടുള്ള നൊവേന ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് ചെല്ലി പ്രാർത്ഥിക്കാറുണ്ട്, അത് മുടക്കാറില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മയുടെ ഏറ്റവും താഴെ അനിയത്തി ഹോളി ഫാമിലി കോൺഗ്രിഗേഷനിലെ സിസ്റ്ററാണ്. അപ്പോൾ ആൾ വീട്ടിലേക്ക് ഒരു സമയത്ത് കൊണ്ടുവന്ന തിരുശേഷിപ്പ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പൂജ്യമായി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ദിവസം പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അത് തിരുശേഷിപ്പ് കൊണ്ടുവരാനായി എന്തോ ഒരു കർത്താവ് ഒരു പ്രത്യേക പ്രേരണ കൊടുത്തുകൊണ്ട് അങ്ങനെ അമ്മ തിരുശേഷിപ്പും കൊണ്ടാണ് എൻ്റെ അനിയൻ്റെ കൂടെ വരുന്നത്. തിരുശേഷിപ്പ് കൊണ്ടുവന്ന് അപ്പോൾ ഇത് മോൻ രാവിലെയാണ് 8 മണിക്ക് ശേഷമാണ് പ്രസവം സിസേറിയനായിരുന്നത്. അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ വഷളായപ്പോൾ ആണ് അമ്മയും എല്ലാവരും വരുന്നത്. വന്നപ്പോൾ അവർ ഈ തിരുശേഷിപ്പ് കൊണ്ടുവന്ന് അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന സിസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അവിടെ ഒരു ഹോളി ഫാമിലി സിസ്റ്റർ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ തിരുശേഷിപ്പാണ് ഇത് മോൻ്റെ അടുത്ത് വെച്ച് മോൻ്റെ തൊട്ടടുത്ത് ബെഡ് വെച്ച് മോനെ മെത്ത് വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ICU പോകാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ അമ്മ ആ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു. അതിന് മുമ്പ് തന്നെ അമല ഹോസ്പിറ്റലിൻ്റെ അന്ന് ഡയറക്ടറായിരുന്നത് ഫാദർ ഇപ്പോഴത്തെ പ്രിയോർ അച്ഛൻ സീമയുടെ അച്ചാണ്ടി അച്ഛനായിരുന്നു, പോൾ അച്ചാണ്ടി. അച്ഛനെ വിളിച്ചിട്ട് അനിയൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ക്രിട്ടിക്കലായിട്ട് കുട്ടി കിടക്കുന്നുണ്ട്, എൻ്റെ ചേട്ടൻ്റെ മകനാണ്, അവന് കൂടുതൽ 48 മണിക്കൂറിൽ കൂടുതൽ പോവില്ല എന്നുള്ള രീതിയിലാണ് ഡോക്ടർ ശ്രീനിവാസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടുമാ പൈസ കൊടുക്കണം അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും കേട്ട വഴിക്ക് ഓടി വന്നു. അങ്ങനെ വീട്ടുമാ പൈസ വൈകുന്നേരം നേരത്താണ് കൊടുക്കുന്നത്. അങ്ങനെ മോന് ഔസേപ്പിന്നാളുടെ പേര് വിളിച്ചു. ആ സമയത്ത് തന്നെ ഇത് വയ്ക്കുകയും ചെയ്തു, തിരുശേഷിപ്പ് വെച്ചു. അങ്ങനെയാണ് വെച്ച് കഴിഞ്ഞ് എത്ര സമയം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ചേഞ്ചസ്? ഡോക്ടർ എന്തായാലും പറഞ്ഞു കുഞ്ഞ് മരിച്ചു പോകുന്നു ഉറപ്പ് പറഞ്ഞിരുന്നു. അപ്പൊ തിരുശേഷിപ്പ് നമ്മൾ ബെഡിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എത്ര സമയം കഴിഞ്ഞപ്പോഴാണ്? രാവിലെ ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ. അതിന് മുൻപ് എന്തെങ്കിലും ICU അങ്ങനെ ഒന്നും വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു, കുറച്ച് കൊല്ലം കാരണം ഈ ഓർമ്മ കിട്ടണില്ല. രാവിലെ ഡോക്ടർ എന്നോട് പറഞ്ഞത്, മോന് പ്രത്യേകിച്ച് ഒരു എന്താണ് ഈ സംഭവം, അപ്പോൾ തിരുശേഷിപ്പ് എന്ന് പറയാൻ വേറെ ആൾക്ക് ഉപയോഗിക്കാറില്ല, ആൾ ഹിന്ദു ആയതുകൊണ്ട് ഉപയോഗിക്കാൻ അറിയുന്നില്ല. അപ്പോൾ ആ പൂജ്യവസ്തു വെച്ചതിന് ശേഷമാണല്ലോ ഈ ചേഞ്ച് കുട്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടത്തിൽ ആൾ പറഞ്ഞു, മറ്റുള്ള കുട്ടികൾക്ക് കൂടി വെക്കായിരുന്നു എന്ന് ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു. അത്രയ്ക്കും ആള് ഒരു വളരെ ആളതിന് കണ്ടത്. ശരിക്കും വളരെ ആകുലതയോടെ ഉത്കണ്ഠയോടെ കഴിഞ്ഞിരുന്ന രാത്രി കഴിഞ്ഞൊരു ഭയങ്കര ഒരു ആശ്വാസത്തിന്റെ വാക്കാണ് ഡോക്ടറിലൂടെ കിട്ടിയത്. പിന്നീട് എങ്ങനെയാ കുഞ്ഞിൽ എങ്ങനെയാ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു? ഞങ്ങൾക്ക് ദിവസം 4 നേരം ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ മോനെ പുറത്തുനിന്ന് കാണിച്ചു തന്നിരുന്നു. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ അവൻ അതുവരെ മരുന്നുകളോടൊന്നും റിയാക്ട് ചെയ്തിരുന്നില്ല. ഇതിന് ശേഷമാണ് റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. അതിനൊക്കെ ഉപയോഗിച്ചിട്ട് അവൻ്റെ നെഞ്ച് നമുക്ക് എടുത്ത് അങ്ങനെ കിടക്കുമ്പോൾ ആ ഗ്ലാസ് കൂട് പോലെയാണ് കിടക്കുന്നത്. ആ ഗ്ലാസ് കൂടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അവനെ നെഞ്ച് ശരിക്കും എടുത്ത് കാണിക്കും. അത് കുറഞ്ഞ് അതിൻ്റെ അളവ് കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു വരുന്നു. നോർമലായിട്ട് ശ്വസിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. കുറേശ്ശായിട്ട് അവന് ശ്വാസം എടുക്കുന്നതായിട്ട് തോന്നിയിരുന്നു. ICU എപ്പോഴാണ് കുഞ്ഞിനെ പിന്നെ ICU ശരിക്കും 20 ദിവസത്തോളം കഷ്ടി കിടന്നുണ്ട്. മൊത്തം കിടന്നുണ്ട്. അല്ല 20 ദിവസത്തോളം കിടന്നു. 20 ദിവസം ICU തന്നെയായിരുന്നു. 3 ആഴ്ച കഷ്ടി കിടന്നുണ്ട്. പിന്നീട് ഹാർട്ടിന്റെ എന്തെങ്കിലും ഇല്ല, ഒരു വർഷത്തോളം ഞങ്ങൾ മിക്കവാറും എല്ലാ മാസം പോയിട്ട് എക്കോ ചെയ്ത് കൊണ്ടിരുന്നു റെഗുലറായിട്ട്. അപ്പോഴത്തേക്ക് പ്രോബ്ലം കംപ്ലീറ്റ് മാറിയിരുന്നു. ഹോള് തന്നെ അടഞ്ഞു. അങ്ങനെ അത് ശരിക്കും 20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സാധാരണ കുഞ്ഞിന് ശരിക്കും റിലീഫ് കിട്ടിയത് ഒരു 2 ആഴ്ച ആകുമ്പോഴേക്കും നന്നായിട്ട് ആള് പക്കായി ക്ലിയർ ആയി തുടങ്ങി. എന്നാലും അവര് ഹെൽത്ത് അങ്ങോട്ട് ക്ലിയർ ആയിക്കോട്ടെ വെച്ചിട്ടാണെന്ന് അറിയില്ല, ഒരു 3 ആഴ്ചയോളം അവർ ICU തന്നെ എടുത്തു. അപ്പോൾ ഇടയ്ക്ക് ഫീഡ് ചെയ്യാനായിട്ട് പിള്ളേർ തീ കൊണ്ടുവരും. അങ്ങനെയാണ്. ഷിബി, എനിക്ക് തോന്നുന്നു ഷിബി അകത്ത് സിസേറിയൻ കഴിഞ്ഞുകൊണ്ട് എന്തായാലും അൺകോൺഷ്യസ് ആയിരുന്നില്ല, ഓർമ്മയൊക്കെ വരാനൊരു സമയമെടുത്തു. ടെൻഷൻ മുഴുവൻ എനിക്ക് തോന്നുന്നു പുറത്തു നിന്ന ആളുകളായിരിക്കും അനുഭവിച്ചത്. എങ്കിലും അത് കഴിഞ്ഞിട്ട് ആ ഒരു സിസേറിയൻ്റെ ഇതെല്ലാം കഴിഞ്ഞു, കുഞ്ഞിനെ സൗഖ്യമൊക്കെ കിട്ടി, നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പിന്നീട് എങ്ങനെയായിരുന്നു ക്രിസ്റ്റഫറിൻ്റെ ലൈഫിൽ? പിന്നീട് നിങ്ങൾ മറിയം ത്രേസ്യാമ്മയോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നോ? പിന്നീട് മറിയം ത്രേസ്യാമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സമയത്ത് അപ്പം പോയിട്ടില്ല. പിന്നെ ഇവന് എല്ലാ മാസവും ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് മാസം അടുപ്പിച്ച്. ഒരു ഹോള് ബാക്കി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പോൾ. അപ്പോൾ അത് 9 മാസത്തിനുള്ളിൽ അത് തന്നെ അടഞ്ഞു പോകും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അത് 9 മാസത്തിനുള്ളിൽ തന്നെ അത് ഒരു 6 മാസമൊക്കെ ആയപ്പോഴേക്കും അത് അടഞ്ഞു പോയി.
പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ സംസാരിക്കാണ്ടായപ്പോൾ പിന്നെ പോയിട്ട് മറിയമ്മയുടെ കല്ലറയിൽ കിടത്തി പ്രാർത്ഥിച്ചായിരുന്നു. അത് എത്ര വയസ്സ് വരെ സംസാരിക്കാതിരുന്നത്? ഒരു 3 വയസ്സ് വരെ സംസാരിച്ചില്ല. ഒരു ശബ്ദമുള്ളൂ. ആളിങ്ങനെ ഓരോ ഓളിയിടും. ആൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചൂണ്ടി കാണിക്കും. സംസാരിക്കത്തില്ല. ഇല്ല, അങ്ങനെയായിരുന്നു. അങ്ങനെ വീണ്ടും കബറിടത്തിൽ പോയി അവിടെ കിടത്തി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന തുടങ്ങി എത്ര നാൾ കഴിഞ്ഞപ്പോഴാമോ സംസാരിക്കാൻ തുടങ്ങി? അത് വേഗം തന്നെയായി. കറക്റ്റ് എനിക്ക് അങ്ങനെ ഒരു സമയം പറയാൻ പറ്റും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് അങ്ങനെ ഒന്നും എടുത്തില്ല. അതും മറിയത്രേസ്യാമ്മയുടെ മധ്യസ്ഥം വഴി തന്നെ കിട്ടിയ ഒരു സൗഖ്യമാണ്. അതുപോലെ തന്നെ കാലിന്റെ മുട്ടിൽ ഒരു വളവുണ്ടായിരുന്നു ഒരു കാലിന്. അപ്പം അത് ഈ പറഞ്ഞ പോലെ ഞങ്ങള് ട്രീറ്റ്മെന്റിന് പോയതാ. അപ്പം അത് മരുന്നൊക്കെ എഴുതി തന്നു. കുറച്ചാൾ മരുന്ന് കഴിച്ചു. പക്ഷെ ഒരു വ്യത്യാസമൊന്നും കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ മേമ, അതായത് അമ്മയുടെ അനുജത്തി അപ്പോൾ ആള് പറഞ്ഞായിരുന്നു ഇതും നമുക്ക് മറിയത്രേസ്യാമ്മയുടെ അടുത്ത് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് പിന്നെ അത് ശരിയായത് ഞങ്ങൾ പോലും അറിഞ്ഞില്ല. അത്ര ശരിക്കും ഇങ്ങനെ കാല് കൂട്ടി വെച്ച് നിൽക്കുമ്പോഴേ നമുക്ക് ആ വളവ് പെട്ടെന്ന് അറിയാവും. അങ്ങനെയായിരുന്നു. ഇപ്പൊ ഒരു പ്രശ്നമില്ല. അങ്ങനെ എനിക്ക് തോന്നി ഈ സ്വർഗത്തിൽ നിന്ന് ബ്ലെസ്സിങ് മുഴുവൻ ഹോൾസെയിലായിട്ട് ഇങ്ങനെ ക്രിസ്റ്റഫർ അടിച്ചു മാറ്റിയല്ലോ. ഒരു എന്തായാലും കർത്താവിന് നന്ദി പറയല്ലേ. നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് കൃത്യമായ പദ്ധതിയുണ്ട്. ഒരു വലിയ എന്താ പറയണ, ഒരു വലിയ വിശുദ്ധയുടെ ആ ഒരു നാമകരണത്തിന് സാക്ഷ്യം വഹിക്കാൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തൊരു കുടുംബമാണ് നിങ്ങൾ. ഇപ്പോഴും മറിയത്രേസ്യാമ്മയോട് പ്രാർത്ഥിക്കാറൊക്കെ ഇല്ലേ? ആദ്യം നിങ്ങളുടെ ഒരു കൂട്ടായിട്ട് അല്ലേ, സ്വർഗത്തിലെ ഏറ്റവും വലിയ കൂട്ടായിട്ട് മറിയത്രേസ്യാമ്മ കൂടെയുണ്ട്. ക്രിസ്റ്റഫറെ, അപ്പയമ്മയും പറഞ്ഞൊക്കെ കേട്ടോ? എന്തോരം ക്രിസ്റ്റഫറിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. ക്രിസ്റ്റഫർ വളരെ പ്രത്യേകമായിട്ട് ഈശോയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ഇപ്പോഴും മറിയത്രേസ്യാമ്മയോട് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടോ? എന്താ പ്രാർത്ഥിക്കുന്നത്? എന്നെ കാത്തു പറഞ്ഞെന്നും എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഞാൻ എല്ലാ ആവശ്യങ്ങൾക്കും മറിയത്രേസ്യാമ്മയോട് പ്രാർത്ഥിക്കാറുണ്ട്. ആണല്ലേ. നിങ്ങൾ വീട്ടിൽ കുരിശുവര കഴിഞ്ഞാണോ ആ പ്രാർത്ഥന ചൊല്ലുന്നത്? കുഞ്ഞു നൊവേന എല്ലാ ദിവസവും ചൊല്ലാറുണ്ട്. അപ്പം നന്നായിട്ടൊക്കെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? മറിയത്രേസ്യാമ്മ, നമുക്കറിയാം മറിയത്രേസ്യാമ്മ എല്ലാവരോടും പറയും ഈശോയെ ഒത്തിരി സ്നേഹിക്കണം, ഈശോയ്ക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണം, അങ്ങനെ പറഞ്ഞിരുന്നൊരു വിശുദ്ധയാണ് അല്ലേ? അങ്ങനെയാണ് ഈ സന്യാസിനി സമൂഹമൊക്കെ സ്ഥാപിച്ചത്. കുഞ്ഞു പിള്ളേരോട് വലിയ സ്നേഹമായിരുന്നു. അപ്പോൾ മറിയത്രേസ്യാമ്മ പ്രത്യേകമായിട്ട് ഇടപെട്ടാണ് ക്രിസ്റ്റഫറിന് ഈ ഒരു സൗഖ്യം കിട്ടിയത്. ക്രിസ്റ്റഫറിൻ്റെ പേരിൽ തന്നെയുണ്ട് ഈശോയെ വഹിക്കുന്നത്. അപ്പം അനേകർക്ക് ഈശോയെ കൊടുക്കാനുള്ള ഒരു മിടുക്കനായിട്ട് ക്രിസ്റ്റഫർ മാറണം. വിശുദ്ധിയിൽ ജീവിക്കണം. ചെയ്യില്ലേ? അതിന് വേണ്ട എല്ലാ ബ്ലെസ്സിങ്ങും സ്വർഗത്തിൽ നിന്ന് ക്രിസ്റ്റഫറിന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്റ്റഫറിനെയും മാതാപിതാക്കളെയും കണ്ടു. അവരുടെ പങ്കുവയ്ക്കലുകൾ നമ്മൾ കേട്ടു. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരാളെ കൂടി കണ്ടാൽ മാത്രമാണ് ഈ കഥയുടെ ഒരു പൂർത്തീകരണം ഉണ്ടാകുന്നത്. അത് മറ്റാരുമല്ല, ക്രിസ്റ്റഫറിൻ്റെ വലിയമ്മച്ചി, മരിയ ഭക്തിയായ ആ വലിയമ്മച്ചിയെ നമുക്ക് പോയി കാണാം. അമ്മച്ചി, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മച്ചി, എത്ര പൂജ്യമായിട്ടാണ് ഈ പ്രാർത്ഥനാ മുറിയും തിരുശേഷിപ്പും ഒക്കെ സൂക്ഷിക്കുന്നത്. ശരിക്കും അമ്മച്ചിക്ക് ദൈവത്തിലുള്ളൊരു വിശ്വാസവും ആശ്രയത്വം ഒക്കെ അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്വർഗത്തിൻ്റെ ഒരു ഇടപെടലിന് അമ്മച്ചി ഒരു വലിയ വളരെ കീ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. കർത്താവ് വളരെ പ്രത്യേകമായിട്ട് അമ്മച്ചി അതിനെ ഉപയോഗിച്ചു. ആ ഒരു ഓർമ്മയൊന്ന് പങ്കുവയ്ക്കാവോ അമ്മച്ചി? ആ ഒരു അതിങ്ങനെയാണ്. ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ നേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു വളരെ ബുദ്ധിമുട്ടാണ് കുട്ടിയുടെ കാര്യം, അതിന് മണിക്കൂറുകൾ പോലും ഇല്ലാനും ബാക്കി അതേ അവസ്ഥയാണ്. അപ്പോൾ അവിടെ 2-3 ആൾക്കാർ നിൽക്കുകയാണ് കുട്ടിയുടെ ബോഡി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വീടൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു.
ചേച്ചി പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ചേച്ചി ഞാനും ഇപ്പോൾ ഇവിടെ വന്ന മോനില്ലേ അവനും കൂടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അത് വലിയ സങ്കടത്തോട് കൂടിയിട്ടാണ് അമ്മ പറഞ്ഞത്. എൻ്റെ മോൻ 3 ദിവസമായി ഒരു ഗ്ലാസ് കാപ്പി മാത്രമേ കുടിക്കുള്ളൂ, രാവും പകലും കൂടിയിട്ട്. അവൻ്റെ ആ തളർന്ന മുഖവും അവൻ്റെ ഇരിപ്പും കുട്ടിയുടെ അവസ്ഥ ഐസിയിൽ നോക്കിയാൽ നമുക്ക് ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കാണാം. ആ അവസ്ഥ കണ്ടിട്ട് അമ്മ അവനോട് പറഞ്ഞ് പോരുകയാണ്. വീട്ടിൽ വന്ന് അപ്പോൾ ചേച്ചി, അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തിൻ്റെ അവിടെ നിന്ന് നോക്കി ഇനി എന്താ അവിടെ സംഭവിക്കാൻ പോണതെന്നുള്ളത്. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, എൻ്റെ ചേച്ചി എൻ്റെ കൂടെ പോകുന്നുണ്ട്, ചേച്ചി പറഞ്ഞു മോളെ ഒരു ചെറിയൊരു ഉടുപ്പ് വാങ്ങിക്കുക, നമുക്ക് മോനോട് പറഞ്ഞിട്ട് മോനെ നമുക്ക് സെമിസ്റ്ററിൽ വെക്കണ്ടേ എന്ന് പറഞ്ഞു. ഇത് കേട്ട വഴിക്ക് എനിക്കിത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഞങ്ങളുടെ മാതാവിൻ്റെ ഒരു 24 കൊല്ലം മുമ്പ് അമ്മയുടെ ലൂറിൽ മാതാവിൻ്റെ രൂപം ഞങ്ങളുടെ വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതും വലിയൊരു രോഗശാന്തി വന്നിട്ടാണ് ആ രൂപം ഞങ്ങൾ മേടിക്കേണ്ടായ അനുഭവം. ആ മാതാവിൻ്റെ രൂപത്തിൽ അമ്മയുടെ കാക്ക ഇങ്ങനെ തല വെച്ചിട്ട് പറഞ്ഞു, അമ്മേ ഈ ഒരു ദുഃഖം നീ മോന് കൊടുത്തില്ലേ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഞാൻ കരഞ്ഞതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അറിയാത്ത പൂമലേ ഞാൻ അത്രയും നെഞ്ച് പൊട്ടാവുന്ന തരത്തിൽ ഞാൻ അമ്മയുടെ കാക്കതിങ്ങനെ തല വെച്ച് പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആൾ എന്നോട് പറയുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. അമ്മയുടെ തിരുശേഷിപ്പ് കൊണ്ടുപോയി മോനെ തൊടിയിക്ക്, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഒരു സിസ്റ്ററുടെ കയ്യിൽ ICUയുടെ മുമ്പിൽ ഒരു സിസ്റ്റർ നിൽക്കുന്നുണ്ടായിരുന്നു. സിസ്റ്ററുടെ കയ്യിൽ ഞാൻ കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, അമ്മയുടെ തിരുശേഷിപ്പാണ്, മോനെ ഒന്ന് തൊടിയിച്ച് വെക്കിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്ന് പുഞ്ചിരിച്ചു. കാരണം മരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണ് ഒരു അമ്മയുടെ വിശ്വാസം കാണിക്കുന്നത് എന്നുള്ള ഒരു തോന്നലായിരിക്കും. അങ്ങനെ സിസ്റ്റർ മേടിച്ച് അവിടെ വെച്ചു, മോനെ തൊടിയിച്ച് വെച്ചു. ഈ തിരുശേഷിപ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മച്ചിയുടെ മനസ്സിൽ എന്തായിരുന്നു തോന്നിയത്? എൻ്റെ മനസ്സിൽ ഇത് അമ്മ തന്നത് ഞാൻ വിശ്വസിക്കുന്നു. മറിയം ചേച്ചിയമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ കുഞ്ഞിന് തിരിച്ചൊരു ജീവൻ അവന് കൊടുക്കുന്നുള്ള പ്രത്യാശയായിരുന്നു എനിക്ക്. പ്രിയമുള്ളവരെ, ജോഷ് ചേട്ടനും ഷിബിയും ക്രിസ്റ്റഫറും ഒക്കെ ഷെയർ ചെയ്യുന്ന കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഡോക്ടർ ശ്രീനിവാസനെ കാണാനായിട്ട് വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റും തിടുക്കവും ഒക്കെ തോന്നുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടുത്തെ നിയോനെറ്റൽ ICUവിലായിരുന്നു നമ്മുടെ കുഞ്ഞ് ക്രിസ്റ്റഫർ കിടന്നത്. അപ്പം നമുക്ക് ഡോക്ടർ ശ്രീനിവാസനെയും ICU ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമസ്കാരം സർ. ഒത്തിരി സന്തോഷമുണ്ട് അമല ഹോസ്പിറ്റലിലെ ഈ ICUവിൻ്റെ മുമ്പിൽ ഇങ്ങനെ അതിനുള്ളിൽ സാറിനോടൊപ്പം ആയിരിക്കാൻ. ഞാനിങ്ങനെ വിചാരിക്കുന്നത്, ഭൂമിയിലേക്ക് ദൈവം ഓരോ മനുഷ്യരെ വിടുമ്പം ഓരോ നിയോഗമായിട്ടാണ് വരുന്നത്. സാറിൻ്റെ നിയോഗം വളരെ വലുതാണ്. കുഞ്ഞുങ്ങളുടെ അല്ലേ, അവരുടെ ജീവൻ സംരക്ഷിക്കുക, അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുക. അത്തരം ഒരു ഘട്ടത്തിലാണ് ക്രിസ്റ്റഫർ എന്ന് പറയുന്നൊരു കുഞ്ഞ് സാറിൻ്റെ അടുത്തേക്ക് വരുന്നത്. ആ വന്ന അവസ്ഥയൊക്കെ സാറിനറിയാം. മറിയം ത്രേസ്യാമ്മയുടെ തിരുശേഷിപ്പ് വെച്ച് പ്രാർത്ഥിച്ച് അത്ഭുതകരമായിട്ട് ക്രിസ്റ്റഫർ ലൈഫിലേക്ക് തിരിച്ചു വന്നു. അത് ഇന്നും പച്ചയായിട്ട് ആ ഓർമ്മകൾ സാറിൻ്റെ മനസ്സിലുണ്ടെന്ന് അറിയാം. ഞാനിങ്ങനെ കയറി വരുമ്പോൾ കണ്ടതാണ് ICUവിനുള്ളിൽ ഇന്നിപ്പോൾ മറിയം ത്രേസ്യാമ്മയുടെ ചിത്രം വെച്ചിട്ടുണ്ട്. സാറിൻ്റെ മനസ്സിൽ ആ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാം. ജീവിതത്തിലെ ഏറ്റവും ഒരു മഹാ അനുഭവമാണത്. 2009 ക്രിസ്റ്റഫർ അമ്മ പ്രസവിച്ചത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ മുമ്പത്തേത് സിസേറിനായതുകൊണ്ട് അത് എലക്റ്റീവായിട്ട് സിസേറിയൻ ചെയ്യാനായിരുന്നു തീരുമാനിച്ച് അന്ന് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ ബേബികൾക്ക് സാധാരണ നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ രാവിലെ സിസേറിയൻ കഴിഞ്ഞു. ഈ ബേബി
നന്നായി കരഞ്ഞു. എന്നിട്ട് നമ്മൾ ആ ബേബീനെ ഈ നമ്മുടെ ഐസിയിലേക്കാണ് കൊണ്ടുവന്നത്, ഐസിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനത്തെ ബേബികൾക്ക്, സിസേറിയൻ കഴിഞ്ഞ ബേബികൾക്ക് ചിലപ്പോൾ ചെറുതായിട്ട് ശ്വാസം മുട്ടലുണ്ടാവാം. അതിന് നമ്മൾ ഒരു ട്രാൻസിയൻ്റ് എക്കിപ്നിയ എന്ന് പറയും. ഓക്കെ, അപ്പം മിക്ക കുട്ടികളും ഒരു മണിക്കൂറുകൾക്കുള്ളിൽ അത് ശരിയായി പോകും. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് അന്ന് കരുതിയിട്ടുണ്ടായിരുന്നത്. അന്ന് വളരെ തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. ഓക്കെ, പിന്നെ ബേബി ക്രിസ്റ്റഫറുടെ നിർഭാഗ്യവശാൽ ശ്വാസം മുട്ടൽ കൂടി വരികയായിരുന്നു. അപ്പം നമ്മൾ ശ്വാസം മുട്ടൽ കൂടുമ്പോൾ നമ്മൾ ഓക്സിജൻ കൊടുക്കും, പിന്നെ ഗ്ലൂക്കോസ് കൊടുക്കും, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. പിന്നെ ബേബി തന്നെ സൃഷ്ടിയിൽ എങ്ങനെയാണ്, ബേബി തന്നെ ഒരു പരിധി വരെ കോമ്പൻസേറ്റ് ചെയ്യും. ഓക്കെ, പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ആ കോമ്പൻസേറ്ററി മെക്കാനിസം ഫെയിൽ ചെയ്യാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ അപ്പം ബേബിയുടെ എഫേർട്ട് കൂടി വന്ന് അത് തളരാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇംപെൻഡിങ് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയാം. അപ്പോൾ ഞാനും കുറച്ചു കാലം വിദേശത്ത് ട്രെയിൻ ചെയ്ത ഡോക്ടറാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ വെൻറ്റിലേറ്റ് ചെയ്യും, നമ്മളത് അനുവദിക്കാണ്ട് വെൻറ്റിലേറ്റ് ചെയ്യും. പക്ഷേ അന്നത്തെ സ്ഥിതിഗതികളുണ്ട്. ഇപ്പം നമുക്ക് വെൻറ്റിലേറ്റർ സൗകര്യങ്ങൾ പരിമിതികളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ, അതേമാതിരി തന്നെ വെൻറ്റിലേറ്റർ സൗകര്യങ്ങളുള്ള പരിമിതികളുടെ ഇവിടെ ഹോസ്പിറ്റൽസ്, അടുത്തുള്ള ഹോസ്പിറ്റൽ ബേബീനെ സേഫായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ പരമാവധി ട്രീറ്റ്മെൻറ്റിൽ നീങ്ങുമായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. അത് വളരെ ഒരു ദുഃഖകരമായൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഒരു അൺആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുമ്പം. അപ്പോൾ ഇതാണ് അന്ന് സംഭവം. അപ്പോൾ ഇതിന് നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ ഇംപെൻഡിങ് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയും. ഓക്കെ, അതെ. ഇപ്പോൾ ഇങ്ങനത്തെ ബേബീസ് എന്ന് വെച്ചാൽ ഒരു പരിധി കഴിയുമ്പോൾ ശ്വാസം എടുക്കാനുള്ള ശക്തി പോകും. അപ്പം ഇവൻച്വാലിറ്റി ഹാപ്പൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് ബേബി പ്രോഗ്രസ് ചെയ്ത് പോവുമായിരുന്നു, ഡിറ്ററേറ്റ് ചെയ്ത് പോവുമായിരുന്നു. അപ്പം അത് വളരെ ഒരു ഇതായിട്ടുള്ളൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ പേരൻസിൻ്റെ അടുത്ത് വീണ്ടും കൗൺസിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻഫാക്റ്റ് ആ ദിവസം വൈകുന്നേരം വൈകുന്നേരം കുറച്ച് ലേറ്റ് ആയിട്ടാണ് റൗണ്ട്സ് എടുത്തത്. അവരായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ അവൈലബിൾ ഇതിൽ വെച്ചിട്ട്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവരും വളരെ ഇതായിരുന്നു, അപ്സെറ്റായിരുന്നു ഈ ഒരു സിറ്റുവേഷനിൽ. അത് കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ നേരത്തെ റൗണ്ട്സിന് വന്നപ്പോൾ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാണ്ട് ഈ സിറ്റുവേഷൻ ആലോചിച്ച് കിടക്കുകയായിരുന്നു. പിന്നെ വീട്ടിൽ പോയപ്പോഴും ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. അപ്പോൾ ഞാൻ രാവിലെയും എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ രാവിലെ വന്ന സമയത്ത് ബേബി റിമാർക്കബിളി ബെറ്റർ ആയിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഓക്സിജൻ്റെ അളവ് കൊടുക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് നമ്മൾ. അപ്പോൾ അതിൻ്റെ മാക്സിമം ലിമിറ്റിലായിരുന്നു ബേബിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ബേബിയുടെ ഓക്സിജൻ്റെ അളവ് നമുക്ക് കാണുന്നത് കുറവായിരുന്നു, 90% മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നെക്സ്റ്റ് ഡേ ബേബിയുടെ ബ്രീത്തിങ് ഓൾമോസ്റ്റ് നോർമൽ ബ്രീത്തിങ് ആയി. അതുമായി തന്നെ ഓക്സിജൻ റിക്വയർമെൻറ്റ് ഓൾമോസ്റ്റ് നില്ലാണ്. അപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഇത് ഞാൻ സിസ്റ്റർ ജിജി ആയിരുന്നു ഉണ്ടായിരുന്നത്, സിസ്റ്റർ. അപ്പം ഞാൻ സിസ്റ്റർ അടുത്ത് പറഞ്ഞു ഇതൊരു മിറാക്കിൾ തന്നെയാണെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബേബി പെട്ടെന്ന് ബെറ്ററായി. സാർ അപ്പോൾ അവിടെ വന്നപ്പോഴാണോ അറിയുന്നത് ഇവർ ഈ മറിയന്ത്രസ്യാമ്മയുടെ തിരുശേഷിപ്പ് കൊണ്ടുവച്ച്? അത് ആക്ച്വലി ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ്. കാരണം അന്ന് തിരക്കുള്ള ദിവസമാണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് പല കാര്യങ്ങളായി. പിന്നെയാണ് സിസ്റ്റർ ജിജി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവർ വളരെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ മദറുടെ ഒരു ഇത് റെഡിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, പൂജ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ ഡോക്ടർമാർ എത്രത്തോളം വൈദ്യ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എത്ര ഇമ്പ്രൂവ് ചെയ്താലും നമ്മളെക്കാട്ടിലും വലിയൊരു ആൾ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്ന് വെച്ചാൽ നമ്മൾ പരിമിതികൾ ഒരു മനുഷ്യനായിട്ടും ഡോക്ടറായിട്ടും ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അതിൽ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോർമൽ ഒരു സിറ്റുവേഷനിൽ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ഇമ്പ്രൂവ്മെൻ്റാണ് ഈ ബേബിക്ക് കണ്ടത്. ഓക്കെ, അതിനിപ്പം മിറാക്കിൾ എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ അവരിങ്ങനെ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, ഈ അവർ ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ വെച്ച്
വെച്ച് ആ പൂജ്യവസ്തു വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു അത്ഭുതമാണ് കണ്ടത്. ഡോക്ടർ വളരെ അത്ഭുതത്തോടെയാണ് അത് നോക്കി കണ്ടതെന്ന് ഇങ്ങനെ പറയുന്നു. എനിക്ക് തോന്നുന്നു ഇതേ ICUവിൽ ഈ ഒരു ആംബിയൻസിൽ നിന്ന് തന്നെയായിരുന്നു അല്ലേ? അതെ, ഇത് തന്നെയാണ്. അതെ. പിന്നെ ഞാൻ ആ ബേബി ക്രിസ്റ്റഫർ വലുതാവുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 2-2.5 വയസ്സ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെയാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഈ റോമിലുള്ള ഇത് വന്നത്. അപ്പോൾ പലപ്പോഴും നമുക്കതിന് ക്ലാരിഫിക്കേഷന് കൊടുക്കേണ്ടി വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതി കൊടുത്തു. കാരണം ഇതിൽ ഇതെന്താ വെച്ചാൽ ഇപ്പം നമുക്ക് ഞാൻ വിദേശത്ത് ട്രെയിൻ ചെയ്തതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ആ സമയത്ത് ഇപ്പം ഈ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ ഈ നമ്മുടെ ICU തന്നെ ഇപ്പോൾ ഒരു 10 കൊല്ലത്തിൽ കുറേ വ്യത്യാസം വന്നു. അതേപോലെ ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ ഒരു 8-10 നല്ല ICUകളുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ആ ദിവസം നടന്നതൊരു അത്ഭുതം തന്നെയാണ്. അതെന്ന് വെച്ചാൽ ഇതിപ്പോൾ വത്തിക്കാൻ്റെ ഒരു അനലൈസ് ചെയ്യുന്നത് പുറത്തുനിന്നുള്ള എക്സ്പേർട്ട് പാനൽ ഓഫ് ഡോക്ടേഴ്സാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനുള്ള ആ ഒരു ക്ലാരിഫിക്കേഷനും കിട്ടണം. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഡെവലപ്പ് കൺട്രീസിലെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു വിഷയമല്ല, അതുമാതിരി നമ്പർ ഓഫ് ബെഡ്സ് ഒന്നും ഒരു വിഷയമല്ല. അപ്പോൾ അത് അവർക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആയിരുന്നു. അതായിരുന്നു കുറച്ച് സമയം എടുത്തത്. സാർ നന്നായിട്ട് അത് കൈകാര്യം ചെയ്യാം. എനിക്കൊന്ന് തുടക്കം മുതൽ സാർ ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നുകൊണ്ട് വളരെ ക്ലാരിറ്റിയിൽ സാറിന് പറയാൻ സാധിച്ചു. സാർ ഇന്ന് വളരെ ബിസി ആയിട്ട് ഈ കുഞ്ഞുമാരുടെ കരച്ചിലൊക്കെ കേൾക്കുന്ന ഈ ICUവിൻ്റെ ഒരു ആംബിയൻസിൽ നിൽക്കുമ്പോൾ സാറിനൊപ്പം നിൽക്കാൻ കിട്ടിയ ഒരു സമയം വളരെ ബ്ലെസ്ഡ് ആയിട്ട് ഞാൻ കരുതുന്നു. താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും സമയം ശാലോം TVക്ക് വേണ്ടി ഈ ഒരു നിയോഗം സ്പെൻഡ് ചെയ്ത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും മറിയം ത്രേസ്യാമ്മയുടെ കബറിട ദേവാലയ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട 2 പേരെ കൂടി നമ്മളൊന്ന് കാണാൻ പോവുകയാണ്. ഒന്ന് ക്രിസ്റ്റഫറിൻ്റെ വലിയമ്മച്ചിയുടെ സഹോദരിയായ ഹോളി ഫാമിലി സഭാംഗം സിസ്റ്റർ പുഷ്പയാണ്. മറ്റൊരാൾ മറിയം ത്രേസ്യാമ്മയുടെ നാമകരണ നടപടികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന റോമിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഫാദർ ബെനഡിക്റ്റുമാണ്. നമുക്ക് 2 പേരും പറയുന്നതൊന്ന് കേൾക്കാം. അമ്മയെ വിശുദ്ധയാക്കുന്നതിന് പരിശുദ്ധ അമ്മ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ ചേച്ചിയുടെ കയ്യിൽ തിരുശേഷിപ്പ് കൊടുത്തിരുന്നു. ചേച്ചി അത് പൂജ്യമായിട്ട് സൂക്ഷിച്ചിരുന്നു. ചേച്ചിക്കാണെങ്കിൽ പരിശുദ്ധ അമ്മയോട് ഭയങ്കര ഭക്തിയാണ്, മറിയം ത്രേസ്യാമ്മയോടും നല്ല ഭക്തിയാണ്. ക്രിസ്റ്റോഫർ ചേച്ചിയുടെ മകൻ്റെ കുട്ടിയാണ്. അവനിങ്ങനെ സീരിയസ് ആയപ്പോൾ ജനിച്ച ആ നിമിഷത്തിൽ തന്നെ സീരിയസ് ആയിരുന്നു. ആ 48 hours കഴിഞ്ഞ് കിട്ടില്ല എന്നാണ് ഡോക്ടറുടെ നിർദ്ദേശമായിരുന്നത്. അന്നേരം ചേച്ചി പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മകന് തിരിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പരിശുദ്ധ അമ്മ വീണ്ടും ചേച്ചിക്ക് ഉൾപ്രേരണ കൊടുക്കുകയാണ്. അവിടെ ഇരിക്കുന്ന മറിയം ത്രേസ്യാമ്മയുടെ തിരുശേഷിപ്പ് ഉടനെ കൊണ്ടുപോയി കൊച്ചിൻ്റെ നെഞ്ചിൽ വെക്കാനായിട്ട്. ആ നിർദ്ദേശം അനുസരിച്ച് ഉടനെ അവർ കാറെടുത്ത് ചേച്ചിയുടെ ഇളയ മകൻ ഹോസ്പിറ്റലിൽ പോയി തിരുശേഷിപ്പ് വെച്ച് അവിടെ അത്ഭുതം സംഭവിക്കുന്നത്. ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു വിശുദ്ധയാക്കാനും പരിശുദ്ധ അമ്മ അല്ലെങ്കിൽ മറിയം ത്രേസ്യാമ്മയെ കുഞ്ഞുനാളിൽ മുതൽ കൊണ്ടു നടന്ന് വിശുദ്ധയാക്കാനും പരിശുദ്ധ അമ്മ ഇടപെട്ട ഒരു യാഥാർത്ഥ്യത്തെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആശ്രയിക്കുന്നവരുടെ കൂടെ മാതാവ് അവസാനം വരെ ഉണ്ടാകും തെളിവായിട്ട്. കാരണം ഡെഡ് ബോഡി കൊണ്ടുവരുന്നുള്ള ഒരുക്കമായിരുന്നു. അപ്പോഴാണ് ചേച്ചി കരഞ്ഞ് പ്രാർത്ഥിച്ചത്. അപ്പോഴാണ് തിരുശേഷിപ്പ് മറിയം ത്രേസ്യയുടെ തിരുശേഷിപ്പ് എന്നെടുത്ത് പറയുന്നത്. നമ്മൾ യൂറോപ്പിൽ അവിടുത്തെ 7 പേരുടെ ഒരു കമ്മീഷൻ ഉണ്ട്, മെഡിക്കൽ കമ്മീഷൻ ഉണ്ട്, കൊൺസുൾട്ട മേദിക്ക എന്ന് പറയും. ആ കമ്മീഷനിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവരെല്ലാം എക്സ്പേർട്സാണ് ഈ ഏരിയയിൽ. അവർക്ക് ചിലർക്ക് വളരെ ഇൻസിസ്റ്റ് ചെയ്യും, എനിക്ക് ഇതിൻ്റെ അന്നത്തെ ബ്ലഡ് കൗണ്ട് എന്തായിരുന്നു, BP എന്തായിരുന്നു, ഇതെന്തെല്ലാം അവർക്ക് ആവശ്യം. ഒത്തിരി ധാരാളം ചോദ്യങ്ങൾ വരും. അതെല്ലാം അവർക്ക് വേണം. അതെങ്കിൽ മാത്രമേ അവർ ഈ കൺക്ലൂഷൻ ഡോക്ടർ ശ്രീനിവാസനെടുത്ത തീരുമാനങ്ങൾ ശരിയാണെന്നുള്ളത് വെരിഫൈ ചെയ്യാനായിട്ടുള്ളതാണ് ഇവരുടെ ഈ പാരമീറ്റേഴ്സ് എല്ലാം ഇവരുടെ അനുകരിക്കും. പിന്നെ ഇവിടെ വന്നിട്ട് ഈ കുട്ടി സുഖമായ ആ സീസണിൽ ആ പീരീഡിനെ പറ്റിയുള്ളത് അതിനെ പഠിച്ച ഒരു കുട്ടി വൈകുന്നേരം 7-നും 7:30 ഇടയ്ക്കാണ് സുഖമാകുന്നത്. അതിന് പല സാക്ഷികളുണ്ട്. വല്യമ്മയുണ്ട്, ഒരു നേഴ്സുണ്ട്, അവിടുത്തെ നേഴ്സ് ഡോക്ടർക്ക് ഫോൺ ചെയ്യുന്നു. പിന്നെ ജോബി എന്ന് പറയുന്ന കുട്ടിയുടെ അങ്കിളുണ്ട്. പിന്നെ വല്യമ്മ അവിടെ ഉണ്ട്, വണ്ടിയിൽ ഓടിക്കുന്നു.
അപ്പോൾ അവരുടെ നിങ്ങളെല്ലാം എല്ലാം അന്വേഷിച്ചായിരിക്കും ഇതെല്ലാം ഇല്ലേ? ആ. അപ്പോൾ അവരുടെയൊക്കെ സാക്ഷികൾ അവരെല്ലാവരും സാക്ഷ്യം എഴുതി തന്നു. അതുമായി പ്രസൻറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതിന് സയൻറ്റിഫിക്കായിട്ടൊരു എക്സ്പ്ലനേഷനും ഇല്ല. 7 പോസിറ്റീവായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത് തിയോളജി കമ്മീഷനിലേക്ക് പോകും. അതായത് തിയോളജി കമ്മീഷൻ വലിയ ബുദ്ധിമുട്ടില്ല. ഈ ഡോക്ടേഴ്സിൻ്റെ കമ്മീഷൻ കഴിഞ്ഞാൽ കൺസൾട്ട മേദിക്ക കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എളുപ്പമാണ്. തിയോളജി കമ്മീഷൻ അവർക്കൊരു മടിയും കൂടാതെ 7 നമുക്ക് കിട്ടി. പിന്നെ കാർഡിനൽസ് കമ്മീഷനുണ്ട്, അവരും യുനാനിമസ് ആയിട്ട് ഇത് അപ്രൂവ് ചെയ്തു. അതിൻ്റെ മാർപ്പാപ്പയുടെ അടുത്ത് പോകുന്നു, മാർപ്പാപ്പയുടെ അപ്രൂവലും കിട്ടി. അങ്ങനെ ഒരു കർത്താവ് മുൻകൂട്ടി നിശ്ചയിച്ച ഈ ഒരു വലിയ കാര്യത്തിന് അച്ഛനൊരു ഇൻസ്ട്രുമെൻ്റ് ആയി. ഞാൻ ഒരു ഉപകരണമായി. അതെ. ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യം എന്താണ്? അത് ക്രിസ്തുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. ശ്രേഷ്ഠമായ കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. മറിയം ത്രേസ്യാമ്മയുടെ വളരെ മനോഹരമായൊരു വാക്യം ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ഹൃദയം പൂർണ്ണമായും ഈശോയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. എൻ്റെ ഈശോ അല്ലാതെ ഈ ലോകത്തിൽ യാതൊന്നും എനിക്ക് വേണ്ട. എത്ര നിഷ്കളങ്കമായാണ് മറിയം ത്രേസ്യാമ്മ ഇത് പറഞ്ഞത്. ഈ നിഷ്കളങ്കതയിലേക്കാണ് നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഈശോ പറഞ്ഞത് നിങ്ങൾ ശിശുക്കളെ പോലെ ആകാൻ. നമുക്കും ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം എല്ലാറ്റിനും ഉപരി ഈശോയെ സ്നേഹിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ. ആത്മാക്കളുടെ രക്ഷ എന്ന വലിയൊരു ദാഹം മറിയം ത്രേസ്യാമ്മയ്ക്കുണ്ടായിരുന്ന ആ ദാഹം നമുക്കും ഹൃദയത്തിൽ ഏറ്റുവാങ്ങാം. അതിന് നമ്മൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും സ്വർഗത്തിലിരുന്ന് മറിയം ത്രേസ്യാമ്മ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. എവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു.